ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ നാഗപ്പുഴ ഇടവകയിൽ നിന്ന് കോതമംഗലം രൂപതയിൽ നിന്നാണ് വരുന്നത്. അനു ഫ്രാൻസിസ് എന്ന പേര്. ഞാൻ 2022 നവംബർ 20 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അന്ന് ഞാൻ 6 നിയോഗങ്ങൾ വെച്ചു. അതിൽ 2 നിയോഗങ്ങൾ സാധിച്ചു കിട്ടി. അന്ന് ഞാൻ ജോലിക്ക് എൻ്റെ നിയോഗം വെച്ചത് എനിക്ക് MOH കിട്ടി ജോലിക്ക് പോകാൻ സാധിക്കണമെന്നായിരുന്നു. അത് സാധിച്ചില്ല. 3 മാസം നിയോഗം പൂർത്തിയായിട്ടും അത് സാധിച്ചില്ല. ബാക്കിയൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നു. ഒന്നാമത് ഞാൻ പുതുക്കാൻ വന്നപ്പോൾ രാവിലെ അച്ഛൻ്റെ പ്രസംഗത്തിൽ അച്ഛൻ ഞാൻ പ്രൊഫഷണലി ആയുർവേദ നേഴ്സിംഗ് ആണ് കഴിഞ്ഞത്. അതൊരു 6 മാസത്തെ കോഴ്സാണ്. 2016 വരെ ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. MOH ലൈസൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ നിയമമൊക്കെ മാറി. MOHന് വേണമെങ്കിൽ ഗവൺമെൻറ് കോഴ്സ് ചെയ്ത ആൾക്കേ MOH ലൈസൻസ് കിട്ടുള്ളൂ. ഞാൻ പക്ഷേ പ്രൈവറ്റ് കോഴ്സാണ് ചെയ്തത്. ഇപ്പോൾ അതിന് നമുക്ക് ലൈസൻസ് ഗവൺമെൻറ് ഓഫ് ദുബായ് ഇഷ്യൂ ചെയ്യുന്നില്ല. അപ്പോൾ ലൈസൻസ് ഒന്നുമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് അത്ര നല്ല സാലറി ഒന്നും കിട്ടില്ല. എനിക്ക് 4 മക്കളുമായി ഒരു വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ കടം ഒരുപാടായപ്പോൾ ജോലിക്ക് പോകാൻ നോക്കിയതാണ്. അങ്ങനെ 2ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അച്ഛൻ്റെ പ്രസംഗത്തിൽ കേട്ടു, എന്നെ അങ്ങയുടെ സാക്ഷിയാക്കിയിട്ട് മാറ്റണമേന്ന്. അപ്പം ഞാൻ അങ്ങനെ എഴുതി, 2ാമത്തെ നിയോഗം, എൻ്റെ മാതാവേ സാക്ഷ്യം പറഞ്ഞിട്ട് എന്നെ ജോലിക്ക് പോകാൻ അനുവദിക്കണമേ. അങ്ങനെയാകുമ്പം മാതാവിന് ഇഷ്ടമാണെങ്കിലല്ലേ എന്നെ ജോലിക്കും വിടുകയുള്ളൂ. മാതാവ് ചൂസ് ചെയ്യുന്ന സ്ഥലവും ആയിരിക്കില്ല, ഞാൻ ചൂസ് ചെയ്യണ്ടല്ലോ. അങ്ങനെ ഞാൻ 1ാമത്തെ ഉടമ്പടി പുതുക്കിയത് തീർന്നു. ഒന്നും നടന്നില്ല. ഞാൻ ഒരുപാട് കരയുകയും വിഷമിക്കുകയും സങ്കടപ്പെടുകയും പരാതി പറയുകയൊക്കെ ചെയ്തു. ഈ 4 മക്കളും എല്ലാമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര സ്ട്രഗിൾ. എന്നാൽ ഇവന്മാരുടെ അടുത്ത് ഇറക്കാനും പറ്റില്ല. പാപങ്ങളാണ്, നിങ്ങൾ എന്നാ ചെയ്യുന്നത്? ഇടയ്ക്ക് ഞാനിവിടെ വന്ന് ഞാൻ മാതാവിനോട് എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കുറേ പേപ്പർ കഷ്ണമാണ്, മാതാവ് നോക്കിക്കോണം. ഇതിനിടയ്ക്ക് ഞാൻ ഒരിക്കലും ഇവിടെ വന്നു. 1ാമത്തെ പുതുക്കി കഴിഞ്ഞ് മക്കളെ എല്ലാവന്മാരെയും കൂട്ടി ഇവിടെ വന്നു. ഇച്ചായനും ഞാൻ പറഞ്ഞു, മാതാവ് ഇത് പിടിച്ചോ. ഞാൻ ഈ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതെല്ലാം പേപ്പറാകട്ടോ, വെറുതെ ഒരു കാര്യവും ഇല്ല. മാതാവ് എങ്ങാനും വിചാരിച്ചാൽ എന്തെങ്കിലും വാല്യൂ എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റും. അങ്ങനെ 1ാമത്തെ ഉടമ്പടി പുതുക്കിയതും തീർന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, അന്ന് ഞാൻ പറഞ്ഞു, ഞാനിനി എൻ്റെ സാക്ഷ്യം കൊണ്ടേ ഞാൻ ഇനി വീട് കയറി പോകുകയുള്ളൂ. എൻ്റെ സാക്ഷ്യം കൊണ്ടേ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് മാതാവ് തീരുമാനമാക്കി തരണമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അതിൻ്റെ 90 ദിവസം കഴിഞ്ഞു, ഒന്നും ആയില്ല. എന്നാലും ഒരു ചെറിയ എനിക്ക് അത്ര വലിയ വിഷമമൊന്നുമില്ല, എന്തോ നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുക എൻ്റെ കസിൻ സിസ്റ്റർ പറഞ്ഞു, ചേച്ചി ഞാൻ റിസൈൻ ചെയ്തു, അവിടെ വേണേ ഒന്ന് നോക്കാം. എന്നാൽ ഞാൻ അപ്പോൾ തന്നെ CV കൊടുത്തു. അവൾ ഫോർവേഡ് ചെയ്തപ്പോൾ എൻ്റെ പ്രായം 41. അപ്പോൾ പറഞ്ഞാൽ ബാക്കിയെല്ലാം CV ഒക്കെ ഓക്കെ, എക്സ്പീരിയൻസ് ഒക്കെ ഓക്കെ, പക്ഷേ അനുചേച്ചിയുടെ പ്രായം പ്രശ്നമാണ്. 40+, അവരെല്ലാം 20+ ആണ്. പിന്നെ എനിക്ക് മോഡേൺ തെറാപ്പി ഒന്നും അറിയില്ല. 2016 തൊട്ട് ഞാൻ ഒരിടത്തും ജോലി ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയും പ്രശ്നമൊക്കെ ഉണ്ട്. അങ്ങനെ അത് കിട്ടില്ല എന്നോർത്തു. വേറെയും കുറേ പ്രോപ്പർട്ടിയിലേക്ക് അയച്ചു. എനിക്ക് ഒരിടത്തുനിന്ന് ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ എനിക്ക് വർഷത്തിൽ 1 വരാൻ പറ്റുള്ളൂ. ഈ 4 മക്കളെ ഇട്ടിട്ട് അത് സാധിക്കില്ലല്ലോ, അത് ബുദ്ധിമുട്ടല്ലോ എന്നോർത്ത് ഞാനത് ഹോൾഡ് ചെയ്ത് വെച്ചു. അന്നേരം എന്നെ ഈ CV കൊടുത്ത് എൻ്റെ കസിൻ സിസ്റ്റർ പറഞ്ഞു, അനുചേച്ചി അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർ വേറെ ആരുടെയും CV ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അത് കഴിഞ്ഞ് എന്നെ 2ാമത്തെ സെഷൻ അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇവളുടെ ഫോഴ്സ് കാരണമാണ്, ഈ മാതാവാണ് ഇവളെ കൊണ്ട് ഫോഴ്സ് ചെയ്യിക്കുന്നത്. അങ്ങനെയായപ്പോൾ അവർ പറഞ്ഞു, ഓൾറെഡി ഫില്ലായി, ഒരു ശ്രീലങ്കൻ ലേഡിയാണ്, യോഗയും കൂടെ അറിയാം. അപ്പോൾ എനിക്കും യോഗ അറിയാം. അപ്പോൾ അവരെ എടുത്തു, ഓഫർ ലെറ്ററും കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തീർന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം സിനി പറഞ്ഞു, അവർ വരുന്നില്ല എന്ന് പറഞ്ഞു. അനുചേച്ചി, മാതാവ് അനുചേച്ചിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, എന്നാൽ മാതാവ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്തോ എനിക്ക് നല്ലത് വരും. എന്തായാലും ഈ 4 മക്കളെ ഇട്ടിട്ട് എന്നെ മോശമായ ഒരു സ്ഥലത്ത് വിടില്ല, എനിക്ക് എന്ത് നല്ലത് തരും. അപ്പോൾ അവളോട് പറഞ്ഞു, വേറെ ഒരു CV താ. അവളപ്പോൾ പലരോടും പറഞ്ഞു, ഈ CV തന്നെ എല്ലാവരും കൊടുക്കൂ, പല ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെ ഇവർക്ക് ഹോൾഡ് ഉണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, എല്ലാവർക്കും ഞാൻ ഈ CV തന്നെ കൊടുത്തിട്ട് പറഞ്ഞു, അവരോട് പറ ഇത് മാത്രമേ ഉള്ളൂ, ഇതിൽ കൂടുതൽ ഒന്നും നല്ലത് ആരുടെയും കയ്യിലില്ല എന്ന് പറഞ്ഞു. അപ്പം മാതാവ് എല്ലാവരിൽ കൂടി അവരെ ഫോഴ്സ് ചെയ്തു. അങ്ങനെ എന്നെ ജനറൽ മാനേജർ ഇൻ്റർവ്യൂവിന് വിളിച്ചു. എല്ലാവരുടെയും ഫോഴ്സ് ഈ മാതാവ് നിവൃത്തി കൊടുക്കുന്നില്ല. അങ്ങനെ ഇയാൾ എന്നെ വിളിച്ചു. ഇദ്ദേഹം എല്ലാവരും വിദേശികളാണ്, ഇദ്ദേഹം ഒരു വിദേശിയാണ്. ഞാൻ ഓർക്കുന്നില്ല ഇപ്പം ഏത് രാജ്യക്കാരനാണെന്ന്. അദ്ദേഹം എൻ്റെ ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, എനിക്കറിയാം അയാളുടെ മുഖം കാണുമ്പോൾ അത്ര സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല എൻ്റെ ആൻസർ വഴി എന്നൊക്കെ. അപ്പോൾ അന്നേരം ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം അവൾ എന്നോട് പറഞ്ഞു, GM ഇൻ്റർവ്യൂ വിളിച്ചാൽ 100% ഓക്കെ ആണ് കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയാം ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് 1% പോലും ചാൻസ് ഇല്ല. ഞാൻ അപ്പോൾ തന്നെ ഈ ചാനോട് വിളിച്ചു, ഒരു ചാൻസും ഇല്ല കേട്ടോ, ഇത് കിട്ടാൻ ഒരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ 3ാമത്തെ ദിവസം
എനിക്ക് മെയിൽ വരുവാണ്, യു ആർ സെലക്റ്റഡ് എന്നും പറഞ്ഞാൽ എനിക്കൊരു ബേസിക് ആയിട്ടുള്ള ഓഫർ ലെറ്ററും വരുവാണ്. അതിലെനിക്ക് വർഷത്തിൽ 2 പ്രാവശ്യം ഒരു ടിക്കറ്റും തരും, വർഷത്തിൽ 1 പ്രാവശ്യം എൻ്റെ ഫാമിലിയും കൊണ്ടാകാം. ഞാനൊരു 80,000 രൂപ സാലറിയാണ് പ്രതീക്ഷിച്ചത്, അതിൻ്റെ ഇരട്ടി സാലറിയും തന്നു. മാതാവല്ലാതെ ആരാ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? ഒരു കഴിവുമില്ല. ടെക്നിക്കലി ഞാൻ വളരെ വീക്കാണ്, പ്രൊഫഷണലിയും വീക്കാണ്. അപ്പോൾ ഇവളവരോട് പറഞ്ഞു, ചേച്ചിയെ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ ട്രെയിനിങ് കൊടുക്കാം, അതിൻ്റെ പ്രൂഫ് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് അയച്ചു തരാം. കാരണം എൻ്റെ കയ്യിൽ മോഡേൺ തെറാപ്പിയുടെ ഒന്നും സർട്ടിഫിക്കറ്റ് ഇല്ല. അത് നമുക്ക് പഠിച്ചെടുക്കാം, പക്ഷേ സർട്ടിഫിക്കറ്റ് കിട്ടണേ ഒരുപാട് പൈസയാകും. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ പഠിപ്പിച്ചെടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ ഓഫർ സ്വീകരിച്ചു. അങ്ങനെയാണ് എന്നെ സെലക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് ഓഫർ ലെറ്റർ വരുമ്പോൾ എന്നെ CC വെച്ചിരിക്കുന്ന ഒരു മറിയമാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം, എവിടെയെങ്കിലും ഒരു മറിയം വരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് CC വെച്ച് അയച്ചേക്കുന്ന മറിയം കൂട്ടിയാണ്. അപ്പോൾ ഞാൻ സിനിയെ വിളിച്ച് പറഞ്ഞു ഓക്കെ. വീണ്ടും ഓഫർ ലെറ്റർ, അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓഫർ ലെറ്റർ തന്നു. വീണ്ടും എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല, എൻ്റെ ഹസ്ബൻഡിനും വിശ്വസിക്കാൻ പറ്റില്ല, ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നെപ്പോലെ ഒരാൾക്ക് ഇത്രയും നല്ല ഓഫറൊക്കെ കിട്ടുമോ ഈ 40 വയസ്സ് കഴിഞ്ഞപ്പോൾ? ഈ മക്കളെയൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഒരു സ്ട്രെസ്സും ഇല്ലാതെ എല്ലാം പഠിച്ചിട്ട് ഒരു പൈസ എന്നൊരു 1000 രൂപ PCC എടുക്കാനും അല്ലാതെ ഈ സ്കാനിങ്ങിനൊക്കെ സ്കാൻ ചെയ്ത് അയക്കാൻ, അല്ലാതെ വേറെ ഒരു പൈസ പോലും എനിക്കായിട്ടില്ല. ഞാൻ ദുബായിക്ക് പോകണേ 2 ലക്ഷം രൂപ മുടക്കി പരീക്ഷ എഴുതി, അതിന് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാവാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ എനിക്കൊന്നും പഠിക്കാനും പറ്റില്ല, എൻ്റെ തലയിലൊന്നും കയറുകയോ ഇല്ല, 100 കൂട്ടം പ്രശ്നം. അങ്ങനെയൊക്കെ ഈ മാതാവും ഈശോയും അല്ലാതെ. അപ്പം ഞാൻ മാതാവിനോട് ഈ സാക്ഷ്യമൊക്കെ കേൾക്കുമ്പം പറയും, എനിക്കിങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, കുമ്പസാരിക്കാൻ പറ്റുന്നില്ല, കാരുണ്യപ്രവൃത്തി ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന കാര്യം കുറച്ചുകൂടി ഒരു ദൈവസ്നേഹത്തോടെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്നും കാണാൻ പറ്റില്ല, പക്ഷേ എൻ്റെ ഇൻഡ്യൂഷൻ ദൈവമായിട്ടുള്ള ഡീലിംഗ് ആയിരുന്നു. ഞാൻ ചെയ്യുന്നത് കുറച്ചുകൂടി ആത്മാർത്ഥത വരുത്താൻ ഓരോ പ്രവൃത്തിയിലും എന്നെ സഹായിക്കണമെന്ന്. പിന്നെ എൻ്റെ കുഞ്ഞു ആവയായതുകൊണ്ട് അവനൊരു ഉടമ്പടി എടുക്കുമ്പോൾ 9 മാസമുള്ളൂ. അപ്പം നടക്കാറുമായില്ല, പല്ലുമില്ല. അപ്പോൾ ഇവനെയും വെച്ച് കുറച്ച് നേരമൊക്കെ എനിക്ക് ഒരു ധ്യാനം പോലും ഞാൻ മുഴുവനും കൂടിയിട്ടില്ല, ഒറ്റ ടേക്കിൽ. പലപ്പോഴായിട്ട് കുറേശ്ശെയാണ്. അപ്പോഴത്തേനും ഓരോരുത്തർ വരും, ഓരോരോ പ്രശ്നങ്ങളായിട്ട് വരും. അങ്ങനെയൊക്കെയാണ് ഞാൻ ധ്യാനമൊക്കെ കൂടിയേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ജോലിക്ക് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മാലദ്വീപ്സിലാണ് ജോലിയുടെ. അവിടെ കുർബാനയില്ല, ഒന്നുമില്ല. പക്ഷേ ഡ്യൂട്ടിയൊക്കെ 8 hours ഉള്ളൂ, ഡേ ഓഫ് ഉണ്ട്, അതൊക്കെ കമ്പൽസറി അവർ എടുക്കണം. അപ്പോൾ എനിക്ക് ഉപവാസവും എടുക്കാം, പ്രാർത്ഥിക്കുകയും ചെയ്യാം, ഓൺലൈൻ കുർബാനയുള്ളൂ. പക്ഷേ എന്നാലും എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ എനിക്ക് സമയം കിട്ടും. അതൊക്കെ എനിക്ക് ഭയങ്കര പുണ്യമാണ്, ഭയങ്കര അനുഗ്രഹമാണ്. പിന്നെ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് 17 തൊട്ട് കേൾക്കുന്നുണ്ട്. അന്നൊന്നും എനിക്ക് വിശ്വാസമില്ല, മാതാവ് എല്ലായിടത്തും കൊണ്ട് എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കാം. പക്ഷെ ഞാനും പ്രാർത്ഥിക്കും, പക്ഷെ പ്രാർത്ഥനയുടെ ലൈൻ ശരിയായില്ലായിരുന്നു. വായും കൊണ്ട് പ്രാർത്ഥിക്കുള്ളൂ. അച്ഛൻ പറയുന്നതൊക്കെ പിന്നത്തെ ഓരോ ധ്യാനത്തിലും അച്ഛൻ പറയുന്നത് എനിക്ക് വേണ്ടി തന്നെയായിരുന്നു. ഓരോ കാര്യങ്ങളും ഞാൻ വലിയ മലമറിക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു. ഒരിക്കൽ കുമ്പസാരിക്കാൻ ചെന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ നീ വിശുദ്ധിയാടി. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഈശോ എൻ്റെ അടുത്ത് വന്നു. ഒന്നാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഒരിക്കൽ കുമ്പസാരിക്കാൻ അച്ഛൻ പറഞ്ഞു, മോനെ ഞാനൊരു വൈദികനാണ്, പക്ഷെ ഞാൻ നിൻ്റെ അത്രയും വിശുദ്ധിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ദൈവം എന്നോട് എന്തോ ഒരു കാരുണ്യം കാണിക്കുന്നത്. ഞാൻ വലിയ കാര്യങ്ങളൊക്കെ എണ്ണിപ്പെറുക്കി പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതിക്കുള്ളൊന്നും നീ പറയണ്ട, ഇനി ഇതിലൊന്നും പറയാനില്ല, നീയൊക്കെ വിശുദ്ധരാ, നിനക്കൊക്കെ സമാധാനത്തോടെ പോയാൽ മതി മോനെ, ഇതൊക്കെയാണ് നല്ല ജീവിതം, പുണ്യപ്പെട്ട ജീവിതം. പിന്നെ എൻ്റെ മമ്മിയുടെ സ്ഥലം വിൽപ്പനയായിരുന്നു 2ാമത് ഉടമ്പടി വെച്ചത്. അത് ഞാൻ പറഞ്ഞത് മാതാവെ സെറ്റിൽ ചെയ്ത് തരണേന്നാണ് പറഞ്ഞു, വിൽപ്പന നടത്തി തരണേന്ന് പറഞ്ഞില്ല. അതായത് 13 വർഷം മുമ്പ് മമ്മി ബാങ്കിൽ ലോൺ വെച്ച് പൈസ എടുത്തതാണ്. ഞങ്ങൾ 3 പെൺമക്കളും ഒരു ആൺകൊച്ചുമായിരുന്നു. അപ്പോൾ ഞങ്ങളെയൊക്കെ കെട്ടിച്ചു വിട്ട് പിന്നെ മമ്മിക്ക് വലിയ ബുദ്ധിമുട്ടായി അത് അടച്ചു തീർക്കുക. അങ്ങനെ പലിശ കൂടി 13 ലക്ഷം എടുത്തത് 9 ലക്ഷം എടുത്തത് 25 ലക്ഷം രൂപയോളമായി. അപ്പം മമ്മിക്ക് ഭയങ്കര സ്ട്രെസ്സായി കഴിഞ്ഞപ്പോൾ ഞങ്ങളും ഇങ്ങനെ ഉടമ്പടി വെച്ചു. അങ്ങനെ ഒരറിയാവുന്ന ചേച്ചി വന്നു, മമ്മിക്ക് ആ വീട് കിട്ടും, ഒരു 15 സെൻറ്റ് സ്ഥലവും കിട്ടും, ബാക്കി അവരെടുത്തു. മമ്മിക്ക് ഒരു ടെൻഷനും ഇല്ല, അവർ കടവടച്ച് കഴിയും, മമ്മിക്ക് വീട് കിട്ടും, എന്തായാലും ഇനി സ്വസ്ഥമായിട്ട് മമ്മിക്ക് കിടന്നിറങ്ങാം. അങ്ങനെ വലിയ അനുഗ്രഹങ്ങൾ. പിന്നെ എൻ്റെ കാലം വെരിക്കോസ് എനിക്ക് ഒരുപാട് വർഷമായിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഞാൻ ഉടമ്പടിയിൽ ആദ്യത്തെ പ്രാവശ്യം വെച്ചായിരുന്നു, എൻ്റെ മാതാവ് ജോലിക്ക് പോകാറാകുമ്പോൾ ഒന്ന് മാറ്റി തരണേന്ന്. ഇപ്പോൾ വിസിബിളായിട്ടൊന്നുമില്ല, എനിക്ക് വേദനയും ഇല്ല, വേറെ മരുന്നൊന്നും കഴിച്ചിട്ടില്ല. എല്ലാവരും പറയും ഡോക്ടറെ കാണിക്കാം, ഇത്രയും കൂടുതലല്ലേ എന്നൊക്കെ. പക്ഷേ ഞാൻ പറയുമായിരുന്നു മാതാവ് മാറ്റിത്തരും, ഞാൻ പ്രാർത്ഥിച്ചേ മാറ്റുന്നുള്ളൂ, മാതാവ് മാറ്റിത്തരും, ഇത്രയും ശരിയാക്കി തരും. അങ്ങനെ വെരിക്കോസിൻ്റെ എനിക്കൊരു 90% മാറി കിട്ടി. പിന്നെ ഒരുപാട്
നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുക്കെ പിടിച്ച് ബൈബിളെടുത്ത് തൈലം നെറ്റിയെ കൊടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചൊക്കെയാണ് ഞാൻ എല്ലാ ഇൻ്റർവ്യൂവും ചെയ്തത്. ഈ ഇൻ്റർവ്യൂ ബുദ്ധിമുട്ടാകുമ്പോഴൊക്കെ എനിക്ക് വിഷമമായിരുന്നു, മാതാവ് ഇല്ലേ അടുത്ത് എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാം ഓൺലൈൻ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് അവർക്കൊന്നും കാണത്തില്ല. എല്ലാവരെയും അടുത്ത് വിളിച്ച് ബൈബിളും മാതാവും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മാതാവ് എല്ലായിടത്തും ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചു. പോകുന്ന വഴിക്കൊക്കെ പിന്നെ ഞാൻ ഇവനെ കുറച്ച് സമയം, ഒരു 3/4 മണിക്കൂറൊക്കെ പകൽ ഉറങ്ങുള്ളൂ. ആ സമയം പ്രാർത്ഥിക്കാനൊക്കെ പറ്റാറുള്ളൂ, ബൈബിൾ വായിക്കാനും ഒക്കെ. അപ്പോൾ ഇവൻ്റെ കൂടുതലായിരിക്കുമ്പോഴൊക്കെയാണ് കൊന്ത ചെല്ലുന്നത്. അങ്ങനെ 10 കൊന്തയോ 12 കൊന്തയോ അങ്ങനെയൊക്കെ ചെല്ലാറുണ്ട്, ചിലപ്പോൾ 16 കൊന്തയൊക്കെ. അങ്ങനെ ഇത് കിട്ടാതായപ്പോൾ ഞാൻ ഒരു ദിവസം മാതാവിനോട്, ഒരാഴ്ച ഞാൻ സമയം തരാം, വരുന്ന ഞായറാഴ്ച ഞാൻ പള്ളിയിൽ വരുമ്പോൾ എനിക്ക് സന്തോഷത്തോടെ എനിക്ക് മാതാവിനോട് പറയണം, അതുവരെ ഞാൻ ഒരാഴ്ച 10 കൊന്ത ചെയ്താൽ ചൊല്ലി പൂർത്തിയാക്കിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്തു. പിന്നത്തെ ഞായറാഴ്ച ആയപ്പോഴത്തേനും എനിക്കെല്ലാം വന്നു, എല്ലാം ശരിയായി. ഒരാഴ്ചക്കുള്ളിലാണ് എനിക്കെല്ലാം അവസാനത്തെ ഇൻ്റർവ്യൂ അതിൻ്റെ റിസൾട്ടും എല്ലാം വന്നത്. ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. മനുഷ്യൻ്റെ വഴികൾ അസ്തമിക്കുകയും അവന് മുൻപിൽ വഴികൾ ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ തുറക്കുന്ന വഴികളാണ് ഉടമ്പടിയുടേത്. തൻ്റെ ജീവിതത്തിൽ ഒരു കരിയർ, താൻ പഠിച്ച രീതിയിലുള്ള ഒരു കരിയർ, അതിനു വേണ്ടിയിട്ട് അതൊരു സ്വപ്നമായിരുന്നു അനു ഫ്രാൻസിസിന്. എന്നാൽ 2016 മുതൽ യാതൊരു ജോലിക്കും പോയിട്ടില്ല. കുഞ്ഞുങ്ങളും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് കുടുംബജീവിതം നയിക്കുന്ന ഈ മകള് തൻ്റെ ഏജൊക്കെ പറഞ്ഞു, ഇത് ഈ ഏജിൽ ഇങ്ങനെ ഒരു ജോലി, അതൊക്കെ ഇനി ആർക്ക് സാധിക്കും, എനിക്ക് കിട്ടുമോ? ഈ അവസ്ഥയിൽ എങ്ങനെ ഈ മകളുടെ ഓരോ വഴികളും തുറക്കുന്നു എന്നുള്ളതാണ് നാം കണ്ടത്. അങ്ങനെ തനിക്ക് യാതൊരു പൈസ ചെലവുമില്ലാതെ ഇന്നിപ്പോൾ ഒരു നല്ല ഓഫർ തന്നെ വന്നിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ പോസിറ്റീവ് വശങ്ങളും, അതായത് എന്തെല്ലാം ആനുകൂല്യങ്ങളാണുള്ളത്, ഇതൊക്കെ ഈ മകൾ നമ്മോട് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ വഴികളെല്ലാം അടഞ്ഞു വരുന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ഉടമ്പടി എടുത്ത് ഈ മകൾ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ പിന്നീട് നല്ല ജോലി, അത് യാതൊരുവിധ ചെലവുമില്ലാതെ നല്ല ജോലി തന്നെ അമ്മ മാതാവിൻ്റെ റെക്കമെൻഡേഷനിൽ ഈ മകൾക്ക് കിട്ടുന്നു. മറ്റു പലരും ഈ മകൾ 20+ ആണ് അവർക്ക് വേണ്ടത്. അപ്പോൾ 40+ ആയിട്ട് നിൽക്കുന്ന ഒരാളെ അവർക്ക് ആവശ്യമില്ല. ആ രീതിയിലാണ് പിന്നീട് ഇൻ്റർവ്യൂ പറയുന്നത് അവിടുന്ന് CV കാണുമ്പോൾ. എന്നാൽ അതെല്ലാം അമ്മ മാതാവ് എങ്ങനെ ക്രമീകരിക്കുന്നു എന്നുള്ളതാണ് നാം കണ്ടത്. പിന്നീട് ഈ മകളുടെ അമ്മയുടെ, അതായത് ഇവരുടെ സ്വന്തം ഫാമിലി സ്ഥലം, അത് 13 വർഷമായിട്ട് പ്രമാണം ബാങ്കിലായിരുന്നു. അപ്പോൾ ജപ്തി വരെയും വരാമായിരുന്ന സാഹചര്യങ്ങൾ, ബാങ്കുകാർ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന, അതായത് ലോൺ അടയ്ക്കാത്തതിൻ്റെ ഒത്തിരിയേറെ സമ്മർദ്ദങ്ങൾ. അപ്പോഴാണ് പിന്നീട് അവിടെയും അതെങ്ങനെ ഒരു പുതിയ വഴികൾ അമ്മ എങ്ങനെയാണ് അതിനു വേണ്ടി തുറക്കുന്നതെന്ന് നാം കണ്ടു. ഈ മകൾക്ക് കിട്ടിയ രോഗസൗഖ്യം, അതിലൂടെ അങ്ങനെ കൃപകൾ ചൊരിഞ്ഞ് ഇന്ന് അമ്മയുടെ അടുത്ത് നിന്ന് സാക്ഷ്യം പറയുന്ന ഈ മകളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം.